ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു ക്രാഫ്റ്റ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യാം ആരും മറക്കണ്ട. ഈ ക്രാഫ്റ്റ് വ്ളോഗിൽ ഞാൻ കുറച്ച് ബ്ലൈൻഡ് ബാഗ്സും അതുപോലെ തന്നെ കുറച്ച് ഗിഫ്റ്റ് ഐഡിയാസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞാനിത് ഇന്നലെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കോലാണ് കേട്ടോ ഇത്. കവായ് സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ A4ഉം കളർ A4ഉം പിന്നെ ഇതൊരു ബാഗാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് ഇരുന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കണ്ടെന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് നമ്മളൊരു പേപ്പർ എടുത്ത് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ 4 പ്ലേസസും ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഈ 3 ഭാഗങ്ങളും അതിൻ്റെ ഒരു അറ്റത്തെ ആ പോർഷനില്ലേ, ആ 3 ഭാഗം എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്നും ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു കവായ് സ്റ്റിക്കേഴ്സ് അവിടെ ഒരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കവായ് സ്റ്റിക്കറാണ് കേട്ടോ, അത് അവിടെ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിങ്ങനെ അടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ അതൊരു കത്ത് ആവല്ലോ, എന്താ പറയുക, ആ ഒരു ഇതിൻ്റെ ഒരു രൂപം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് എന്തെങ്കിലും കിട്ടും. എന്നിട്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കവായ് സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചെടുത്താൽ മതി. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കേണ്ടേ, ഗിഫ്റ്റ് കൊടുക്കാനാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സിനെ അങ്ങനെ കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് ഇടയ്ക്ക് തരാനുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വെക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ എഴുതാം. അപ്പോൾ ഒരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ടുണ്ട്. അതിന് നല്ലൊരു കളറായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കി നോട്ട് ഒന്ന് എടുത്തത്. എന്നിട്ട് അതൊരു ഇങ്ങനത്തെ ഒരു ക്ലൗഡിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം അതിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ കൺഗ്രാറ്റ്സ് എന്നാണ് എഴുതുന്നത്. ഞാൻ വെറുതെ എഴുതാം കേട്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഹാർട്ടൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റ്സ് മൈ ഡിയർ അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. പിന്നെ അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പേഴ്സിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ കേട്ടോ, ഞാൻ ചെയ്തില്ല, എന്തോ കുളമായ പോലെ തോന്നി. പിന്നെ അത് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഈ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ സ്വീറ്റ്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചെന്നുള്ളൂ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ എനിക്കിങ്ങനെ ഗേൾസിനെ ആ ഒരു സ്റ്റിക്കറായിട്ട് വെക്കുന്നത് അധികം ഇഷ്ടമല്ല. പിന്നെ ഞാനിങ്ങനെ വെച്ച് നോക്കിയതാണ്. അതിനേക്കാളും എനിക്കിഷ്ടം കുറച്ച് സിമ്പിളല്ല ഐറ്റംസാണ്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നതല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വാങ്ങുന്ന കളർ പേപ്പർ പോലെയല്ലായിരുന്നു ഇത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിനൊരു ലൈൻസ് ഉണ്ടായിരുന്നു. ആ ലൈൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു കേട്ടോ ആ ലൈൻസ്. അതിൻ്റെ മറ്റേ സൈഡിൽ ആ ഒരു ലൈൻസ് അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടില്ലേ, ഈ സൈഡ് അധികം ഇല്ല. പക്ഷേ ആ സൈഡ് എന്തോ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാണിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പിന്നെ നമുക്കൊരു ബ്ലൈൻഡ് ബാഗിൻ്റെ ഒരു കവർ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 2 പോർഷനൊന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡ് ഒട്ടിച്ചു. ഇനി നമുക്ക് കുറച്ച് കളേഴ്സ് ഇങ്ങനെ റൗണ്ടിൽ ചെയ്ത് കൊടുക്കാം. റൗണ്ട് വേണമെന്നില്ല, ഹേർട്ടോ സ്ക്വയറോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 4 കളേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. വിച്ച് കളർ യു ഗേവ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനവിടെ കുറച്ച് ബോക്സൊക്കെ വരയ്ക്കും. ഇപ്പോൾ വരച്ചിട്ടില്ല, മറന്നു പോയതാണ്. എന്നിട്ട് യു ഗേവ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ടിക്ക് ഇൻ ദ ബോക്സ് അങ്ങനെ എന്തുവാണ് ഞാൻ എഴുതിയത്. ടിക്ക് ഇൻ ദ സ്ക്വയർ എന്നാണ് എഴുതിയത്. അവിടെ നിന്ന് സ്ക്വയർ വരയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്.
അപ്പോൾ അതങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാർട്ടും കൂടി വരച്ചെടുത്തു. പിന്നെ അവിടെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെയർ, പോപ്പുലർ, ലക്കി, കോമൺ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എഴുതി കൊടുക്കാം. ഫസ്റ്റ് ഞാൻ റെയറാണ് എഴുതിയത്, പിന്നെ ഞാൻ പോപ്പുലർ എഴുതി, അതുപോലെ തന്നെ ലക്കി എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഫൈനലായിട്ട് ഞാൻ കോമൺ എഴുതിയത് കേട്ടോ. അപ്പോൾ അതും കൂടി എഴുതി, കണ്ടില്ലേ, എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കവർ പേജ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു ഡോട്ട് ആയിട്ട് കുറച്ച് കുത്തുകളൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സംഭവം ഫുള്ളി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങോട്ട് വരയ്ക്കുക, ബ്ലൈൻഡ് ബാഗ് എന്നിട്ട് എഴുതുക, അത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചെയ്ത്, പിന്നെ ഡിസൈൻ എന്ന് ചെയ്യാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുക എന്നെ. അപ്പോൾ നമ്മളെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇടാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ, അങ്ങനത്തെ കുറേ ഉണ്ടാക്കാം. കുറച്ചാണെങ്കിൽ കുറച്ച്, നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്റ്റിക്കറോ വല്ല വിഷസോ സ്വീറ്റ്സോ എന്തെങ്കിലും അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും കൊളായി, അതുകൊണ്ട് എഴുതിയപ്പോഴും അങ്ങോട്ട് കൊളാക്കി, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഗിഫ്റ്റ് വയ്ക്കുമ്പോൾ ഒരു കുറുമി കവായി സ്റ്റിക്കർ വയ്ക്കാൻ വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പുറത്ത് പോയപ്പോൾ ഒരുപാട് കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു സെറ്റും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തു. ഫസ്റ്റ് ഞാൻ കപ്പിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഈ കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇത് കുറച്ച് കുഞ്ഞിതായതുകൊണ്ട് മറ്റേ കപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ആ കപ്പ് തന്നെ എടുത്തു കേട്ടോ. അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഗേളിൻ്റെ സ്റ്റിക്കർ മാറ്റിയിട്ട് ഒരു ഡയമണ്ട് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ വലിയ ഗേളിൻ്റെ സ്റ്റിക്കർ ഒട്ടിങ്ങനെ ഇഷ്ടമല്ല. പിന്നെ കുറുമീൻ്റെ വെച്ചു. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തൊരു ആർട്ടാണ് കേട്ടോ. അത് വിട്ടു നോക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഭംഗി തോന്നിയിരുന്നു. പക്ഷെ എടുത്ത് നോക്കുമ്പോൾ എന്തോ പോലെ ഒരു ജാതി എൻ്റെ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അതങ്ങനെ ആയി, കേടായി, കുളമായി. പിന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഗിഫ്റ്റിൽ വെക്കാനല്ല കേട്ടോ, വെറുതെ ടിഷ്യൂ പേപ്പർ ഞാൻ റൗണ്ട് ചെയ്ത് എന്തിനോ വെച്ചിരുന്നതാണ്. അത് പിന്നെ ഒന്നിനും ഉപയോഗിക്കാണ്ട് വെച്ചു, അതുകൊണ്ട് അതങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഒരു ഫ്ലവർ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 3 എടുത്ത് നോക്കുന്നേ ഉള്ളൂ, ഒരുപാടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് കൊളാവുമെന്ന് എനിക്കറിയില്ല. കൊളാവൂല എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് സാധാ പേപ്പറായിരുന്നു, കളർ പേപ്പറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ടിഷ്യൂ ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് പൂവിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ എവിടെയോ കൊണ്ടുപോയിട്ട് അത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയൊരു അടിപൊളി സംഭവമാണിത്. ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും വിഷൊക്കെ എഴുതിയിട്ട് ഇതിങ്ങനായിട്ട് പറിച്ചിട്ട് അതിൽ വെക്കാം. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ കുറച്ച് പെട്ടി ഇരിക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ പെട്ടിയായിരുന്നു. അപ്പോൾ അതിലങ്ങോട്ട് ആക്കി വെച്ചിട്ടോ. പിന്നെ ഞാൻ വലിച്ച് വാരിട്ട ഗിൽറ്റർ പേപ്പർ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തലയിൽ വെച്ച ബോയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞാനിങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാതും ഇങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞു. പിന്നെ അവിടെ കുറച്ച് അലങ്കോലം ഉണ്ടായിരുന്നു. എന്തായാലും ഒക്കെ ക്ലീനാക്കി. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.